നമസ്കാരം, ഞാൻ രവികേശവൻ. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഒരു സിനിമാ നിരൂപണവുമായിട്ട് എൻ്റെ പ്രിയ പ്രേക്ഷക മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഞാനെപ്പോഴും സൂചിപ്പിക്കാറുള്ളതാണ്, എന്തെങ്കിലും നിങ്ങളോട് ഒരു സിനിമയെക്കുറിച്ച് എന്തെങ്കിലും പ്രത്യേകമായിട്ട് പറയാനുള്ളപ്പോൾ മാത്രമാണ് ഒരു റിവ്യൂ എന്ന രീതിയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്താൻ ആഗ്രഹിക്കുന്നതും ചെയ്തു പോരുന്നതും. ഇപ്പോൾ ഞാൻ റിവ്യൂ ചെയ്യുന്നത്, ഇതിനിടയ്ക്ക് എല്ലാ സിനിമകളും കാണുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലെ സിനിമയെ എന്തെങ്കിലും ഒരു നിരൂപണ വരുമ്പോൾ എന്തെങ്കിലും പ്രത്യേകിച്ച് എടുത്ത് പറയാൻ, അത് വിവിധ സാങ്കേതികമായ ചേരുവയിലെ മികവാവാം, സംവിധാനത്തിലെ ആവാം, തിരക്കഥയിലെ മികവാവാം, അഭിനേതാക്കളുടെ മികവാവാം, അങ്ങനെ അനവധിയായ ഘടകങ്ങൾ ഏതെങ്കിലും ഒന്നെങ്കിലും എടുത്തു പറയത്തൊക്കെ തോന്നിയാൽ തീർച്ചയായിട്ടും അത്ര ഒരു സിനിമയുടെ റിവ്യൂ ആയിട്ട് വന്നിരിക്കും. അതിന് സംശയമൊന്നും വേണ്ട. പക്ഷേ അതുകൊണ്ടാണ് ഈ ഇടക്കാലത്ത് മറ്റ് സിനിമകളൊന്നും റിവ്യൂ ആയിട്ട് വരാതിരുന്നത്. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുൻപിൽ വളരെ സന്തോഷപൂർവ്വം റിവ്യൂ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് ഡീസൈ എറെ എന്ന് പറയുന്ന ഏറ്റവും പുതിയ രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത സിനിമയെക്കുറിച്ചാണ്. നമുക്കറിയാം, രാഹുൽ സദാശിവൻ്റെ ഭ്രമയുഗം എന്ന സിനിമ കണ്ടതിന് ശേഷം നമ്മൾ വിസ്മയത്തോടുകൂടി, കടത്തിപ്പറഞ്ഞാലൊരു ഭ്രമാത്മകമായ മനസ്സോടുകൂടി അദ്ദേഹത്തിൻ്റെ അടുത്ത സിനിമ കാണാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. എന്തായാലും 2 വർഷം തികയുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹം നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ അതിമനോഹരവും അതിസുന്ദരവുമായ മറ്റൊരു സിനിമാ കാവ്യം എന്ന് തന്നെ പറയാം. കാര്യം അതുപോലെ സാങ്കേതിക ചേരുവ, പരിപൂർണമായ സാങ്കേതിക ചേരുവകൾ, നിരവധിയായ ഘടകങ്ങളെല്ലാം ഒത്തുചേർന്ന് വന്നിരിക്കുന്ന ഒരു നല്ല കലാസൃഷ്ടിയാണ് ഡീസൈ എറെ എന്ന് പറയുന്ന സിനിമ. ഈ ഡീസൈ എറെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് ടൈറ്റിൽ എഴുതി കാണിക്കുന്ന പോലെ എ ഡേ ഓഫ് റാത്ത് എന്നാണ് പറയുന്നത്. അതായത് ഒരു കോപത്തിൻ്റെ ദിനം. അതൊരു ലാറ്റിൻ വാക്കാണ്. അതിൻ്റെ മീനിങ് എങ്ങനെയാണ് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അത് എന്തുവായിട്ട്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന സിനിമ നമുക്കറിയാം, ഈ രാഹുൽ സദാശിവൻ്റെ സിനിമ കണ്ട് പരിചയമുള്ളവർക്കറിയാം. ഭൂതകാലം, ഭ്രമയുഗം, അതിനുശേഷം ഇപ്പോൾ ഇറങ്ങിയ സിനിമ എല്ലാം അദ്ദേഹം പരേതാത്മാക്കളുടെ വിഷയവുമായിട്ടാണ് അദ്ദേഹം കൂടുതൽ ഇടപെടുക. ഇപ്പോൾ ഇവിടെയും അത് തന്നെയാണ്, ഒരു പരേതാത്മാവിൻ്റെ, നമ്മളൊക്കെ പറയാറുള്ളത് പോലെ ആത്മാവ്. അപ്പോൾ ഇവിടെ ദുർമരണപ്പെട്ടു പോയ ഒരു യുവതിയുടെ ആത്മാവ് അത് മറ്റ് ജീവിച്ചിരിക്കുന്ന ഒരു യുവാവിനെ എങ്ങനെ അത് ഭയപ്പെടുത്തുന്നു, അയാളുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങളും മറിച്ചിലുകളും ഉണ്ടാക്കുന്നു എന്നത് വളരെ കലാമേന്മ എന്ന് പറയുമ്പോൾ നല്ല തിരക്കഥ, അതിഗംഭീരമായ സാങ്കേതിക ചേരുവകളുടെ സമ്പൂർണത, ഇങ്ങനെ ആണ് അത് ആ സിനിമ നമ്മളിലേക്ക് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ സാധാരണ തിരക്കഥയിൽ നിന്നാണ് റിവ്യൂ എഴുതി പറഞ്ഞു തുടങ്ങാറുള്ളത്. തിരക്കഥാ സംവിധാനം അങ്ങനെയാണ്. പക്ഷേ ഇവിടെ ഞാൻ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഛായാഗ്രഹണത്തിൽ തന്നെ തുടങ്ങാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിഗംഭീരമായ ഛായാഗ്രഹണം നമ്മളിതിനു മുമ്പ് ഭ്രമയുഗത്തിലും കണ്ടിരുന്നു. ഭ്രമയുഗത്തിൻ്റെ അതേ ഛായാഗ്രഹം തന്നെയാണ് ഇതിൻ്റെയും ഛായാഗ്രഹണം നടത്തിയിരിക്കുന്നത്. അദ്ദേഹത്തെ നമുക്ക് വളരെ പരിചിതനാണ്, ഷംനാദ് ജലാൽ. അദ്ദേഹത്തിൻ്റെ ഭ്രമയുഗം സിനിമ കണ്ടവർക്കറിയാം, അദ്ദേഹം കാണിച്ച മാസ്മരികത, മായാജാലം, അതുതന്നെ ഇവിടെ വീണ്ടും ആവർത്തിക്കുകയാണ്. ഒരു റോഹൻ എന്ന് പറഞ്ഞ കഥാനായകൻ്റെ ബംഗ്ലാവ് എന്ന് തന്നെ പറയാം. വലിയൊരു ബംഗ്ലാവിനുള്ളിൽ നടക്കുന്ന ദിനവും രാത്രിയും ഭ്രമാത്മകമായ മനസ്സോടുകൂടി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആ രോഹൻ എന്ന് പറഞ്ഞ യുവാവിൻ്റെ അതിഗംഭീരമായ ഒരു ബംഗ്ലാവിൻ്റെ രാവും പകലുകളും പ്രകാശ വിന്യാസം കൊണ്ട് മാസ്മരികത കാണിച്ചിരിക്കുകയാണ് അദ്ദേഹം. അത്ര വിസ്മയിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഛായാഗ്രഹണമാണ് നമുക്ക് ജലാൽ സംഭാവന ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ ജലാലിൻ്റെ ഛായാഗ്രഹണ മികവിനെയാണ് ഞാൻ ആ സിനിമയുടെ ഏറ്റവും ഗംഭീര ഘടകം എന്ന് അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. രണ്ടാമത് ഞാനതിനെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന അതിൻ്റെ ഒരു ഘടകം എന്ന് പറയുന്നത് ശബ്ദ മിശ്രണമാണ്. നമുക്കറിയാം, സിനിമയ്ക്ക് പ്രത്യേകിച്ച് ഈ പ്രേതം, പിശാച് അല്ലെങ്കിൽ സസ്പെൻസ് ത്രില്ലർ എന്ന് പറയുന്ന സിനിമകൾക്കൊക്കെ ശബ്ദം അതിഗംഭീരമായ അല്ലെങ്കിൽ ആ അവിഭാജ്യ ഘടകം തന്നെയാണ്. ഇവിടെ അത്തരം ശബ്ദം പശ്ചാത്തല സംഗീതം ഒരുക്കിയിരിക്കുന്നത് ക്രിസ്റ്റോഫ് സേവ്യർ തന്നെയാണ്. അദ്ദേഹം ആയിരുന്നു കഴിഞ്ഞ ഭ്രമയുഗത്തിൻ്റെയും സംഗീത സംവിധാനം. ഇവിടെ പാട്ടുകളൊന്നുമില്ല, പശ്ചാത്തല സംഗീതം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ എന്നെ വിസ്മയിപ്പിച്ച ഒരു കാര്യം, ആ ക്രിസ്റ്റോഫ് സേവ്യർ ഒരുക്കി കൊടുത്ത പശ്ചാത്തല സംഗീതത്തെ വളരെ നിയന്ത്രിതമായ, നമ്മളെ വിസ്മയിപ്പിക്കുന്ന, അത്ഭുതപ്പെടുത്തുന്ന, ആശ്ചര്യപ്പെടുത്തുന്ന രീതിയിൽ
അതിനെ ശബ്ദ മിശ്രണം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ ഏറെക്കുറെ സ്ഥലങ്ങളിൽ ശബ്ദം വേണ്ടിടത്ത് നിശബ്ദത വരുത്തുന്നു എന്ന് പറയുന്നതാണ് അതിനകത്ത് ഏറ്റവും എനിക്കൊരു ഹൈലൈറ്റായിട്ട് തോന്നിയത്. അതൊരു ക്രൈം സസ്പെൻസ് ത്രില്ലർ, ക്രൈം എന്ന് പറയാൻ പറ്റും, ഒരു സസ്പെൻസ് ത്രില്ലർ ഒരു സിനിമ പറയുമ്പോൾ അവിടെ ശബ്ദം ഒരിക്കലും ഒഴിച്ചു കൂട്ടാൻ പറ്റാത്തതാണ്. പക്ഷേ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് ഒരു ശൂന്യത സൃഷ്ടിക്കുകയാണ്. നമ്മൾ കാണുന്ന നമ്മളെ വിസ്മയിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ശബ്ദമില്ലാതെ കാണുന്നു, അല്ലെങ്കിൽ ആ ശബ്ദം ഇല്ലായ്മ നമ്മളെ ആശ്ചര്യപ്പെടുന്നു. കഴിഞ്ഞ പ്രമേയവും നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കണ്ട് നമ്മൾ ആശ്ചര്യപ്പെട്ടു എന്ന് പറഞ്ഞ പോലെ പുതിയൊരു സംവിധാനം ഇവിടെ അവരെ ഒരുക്കിയിരിക്കുകയാണ്. ശബ്ദം വേണ്ടെടുത്ത് ശബ്ദം ഇല്ലാതെ നമ്മളെ വിസ്മയിപ്പിക്കുന്നു. അങ്ങനെ ശബ്ദ മിശ്രണം നടത്തിയിരിക്കുന്നത് രാജകൃഷ്ണനാണ്. രാജകൃഷ്ണനെ ശരിക്കും അഭിനന്ദനാർഹമായ ശ്ലാഘനീയമായ ഒരു ദൗത്യമാണ് അദ്ദേഹം ഇവിടെ നിർവഹിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം മാത്രം മറ്റു ഘടകങ്ങളിലേക്ക് പോകാൻ പറ്റുള്ളൂ. കാര്യം ആ സിനിമയുടെ ഏറ്റവും ഹൈലൈറ്റായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് ഈ രണ്ട് ഘടകങ്ങളാണ്, ഛായാഗ്രഹണവും ശബ്ദ മിശ്രണവും. ഇനിയും നമ്മൾ പതിവ് പോലെ തിരക്കഥയിലേക്ക് പോകാം. തിരക്കഥ സംവിധാനം നടത്തിയിരിക്കുന്നത് രാഹുൽ സദാശിവനാണ്. രാഹുൽ സദാശിവൻ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ രീതി നമുക്കറിയാം. മരണത്തിന് ശേഷമുള്ള ആത്മാവെന്ന് പറഞ്ഞ അതുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല, എങ്കിലും അങ്ങനെയാണല്ലോ നമ്മുടെ ഒരു സങ്കല്പം. അപ്പോൾ അങ്ങനെ ഒരു പരേതാത്മാവിൻ്റെ ഒരു കഥയാണ് അദ്ദേഹം ഈ പറയുന്ന ഡീസെ ഈറെ എന്ന് പറയുന്ന സിനിമയിൽ കൂടെ പറയുന്നത്. ദുർമരണപ്പെടുന്ന ഒരു യുവതി, ആ യുവതിയുമായിട്ട് ഒരു കാലത്ത് പ്രണയം വെച്ചു പുലർത്തിയിരുന്ന റോഹൻ എന്ന് പറയുന്ന പ്രണവ് മോഹൻലാൽ അവതരിപ്പിക്കുന്ന ആ യുവാവുമായിട്ടുള്ള ഒരു ആത്മാവും ജീവിച്ചിരിക്കുന്ന ഒരു യുവാവും തമ്മിലുള്ള സംസർഗം അല്ലെങ്കിൽ ആ ഇടപെടൽ ഈ യുവാവിൻ്റെ ദൈനംദിന ജീവിതത്തിനെ എങ്ങനെ മാറ്റിമറിക്കുന്നു, എങ്ങനെ അയാളെ ഭയത്തിൻ്റെ മുൾമുനയിൽ നിർത്തി ഓരോ ദിവസങ്ങളും കടത്തിക്കൊണ്ട് പോകുന്നു എന്നാണ് ഈ സിനിമ പറയുന്നത്. സാധാരണ നമുക്കറിയാം ഈ സസ്പെൻസ് ത്രില്ലർ സിനിമകളുടെ തിരക്കഥകൾ വേഗതയും ചടുലതയും ഒക്കെ ഉള്ളതായിരിക്കും. അതിനനുസരിച്ചുള്ള ഷോട്ട്സ് ധാരാളമായിട്ട് സംവിധായകർ എടുത്ത് വയ്ക്കാറുണ്ട്. പക്ഷേ ഈ സിനിമ വളരെ വ്യത്യസ്തമായ ഒരു ഫോർമാറ്റിലാണ് രാഹുൽ സദാശിവൻ എഴുതിയിരിക്കുന്നതും കൺസീവ് ചെയ്തിരിക്കുന്നതും നമുക്ക് ആ സിനിമയുടെ മേക്കിങ്ങിൻ്റെ ഒരു പാറ്റേൺ കൊണ്ട് വളരെ വ്യക്തമായിട്ട് ബോധ്യപ്പെടുന്നതാണ്. ഒന്ന്, വളരെ വൈഡ് ഷോട്ടുകളാണ്. ആ ഷോട്ടുകളെല്ലാം തന്നെ വളരെ മന്ദമായിട്ട് നീങ്ങുന്ന ഷോട്ടുകളാണ്. അതിനകത്ത് ഈ ചടുലത വരാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക സംവിധാനങ്ങളൊന്നും ഒരുക്കുന്നില്ല. പക്ഷേ ആ പതുക്കെ നീങ്ങുന്ന ഷോട്ടുകൾക്കുള്ളിൽ ശബ്ദവിന്യാസങ്ങൾ കൊണ്ട് മായാജാലങ്ങളെ തീർക്കുമ്പോൾ നമ്മൾ പ്രേക്ഷകരെ സിനിമയോടൊപ്പം സഞ്ചരിപ്പിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഒരു വലിയ എടുത്തു പറയേണ്ട ഒരു ഘടകം. ഈ തിരക്കഥയ്ക്ക് സത്യത്തിൽ പറഞ്ഞാൽ ഭൂതകാലം എന്ന രാഹുൽ സദാശിവൻ എഴുതിയ സിനിമയേക്കാൾ 2 പടി മുകളിലും അദ്ദേഹം തന്നെ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് നമ്മളെ ഭ്രമിപ്പിച്ച ഭ്രമയുഗം എന്ന പറഞ്ഞ സിനിമയേക്കാൾ ഒരു 10 ചവിട്ടടി താഴെ നിൽക്കുന്ന ഒരു തിരക്കഥയും സംവിധാനവുമായിട്ടാണ് ഡീസെ ഈറെ എന്ന് പറഞ്ഞ സിനിമയെ എനിക്ക് നിരൂപണം ചെയ്യാൻ കഴിയുള്ളൂ. തിരക്കഥയിൽ പറയുമ്പോൾ ഞാൻ മുൻപ് പറഞ്ഞിരുന്നു, ചടുലതമായ നീക്കങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, വേഗതക്കുറവുണ്ട്. വളരെ ചെറിയ രീതിയിലാണ് ഷോട്ടുകൾ മന്ദം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് എടുത്തു പറയേണ്ട 3 കാര്യങ്ങൾ കൊണ്ടാണ് അതിനകത്തൊരു സൂക്ഷ്മതക്കുറവ് വന്നുവെന്ന് ഞാൻ പറയാൻ കാര്യം രാഹുൽ സദാശിവനെ പോലെ സിനിമയെ സ്നേഹിക്കുന്ന ഒരു എഴുത്തുകാരൻ, ഒരു സംവിധായകൻ, അദ്ദേഹവും ഒരു തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുമ്പം എന്തുമാത്രം സൂക്ഷ്മതയോട് ചെയ്യേണ്ടതാണ് എന്ന് അല്ലെങ്കിൽ ചെയ്യും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഇവിടെ ഈ തിരക്കഥയ്ക്കകത്ത് 3 പ്രകടമായ പിഴവുകൾ, അശ്രദ്ധ മൂലം വന്ന പിഴവുകളുണ്ട്. അത് ആ സിനിമയുടെ മൊത്തത്തിൽ സിനിമ കണ്ടിട്ട് ഇറങ്ങുമ്പോൾ മൊത്തത്തിൽ പ്രേക്ഷകനെ ആ സിനിമയെക്കുറിച്ചൊരു നല്ല ഒരു റിവ്യൂ നടത്തുവാനോ അല്ലെങ്കിൽ നല്ല രീതിയിൽ അതിനെ മറ്റുള്ളവരോട് പറയുവാനോ പിൻവലിക്കുന്ന 3 ഇൻസ്റ്റൻസസുകളുണ്ട്. അതിലൊന്ന് എന്ന് പറയുന്നത്, ഇത് നിങ്ങളും സിനിമ കണ്ടിട്ട്, എല്ലാവരും സിനിമ കാണണം, നല്ല സിനിമയാണ്, സിനിമ കാണണം, സിനിമ കണ്ടിട്ട് തിരിച്ചിറങ്ങുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഒന്ന്, ഈ ദുർമരണപ്പെട്ട യുവതിയുടെ കാലിൽ ചിലങ്ക അത് നഷ്ടപ്പെട്ടു പോകുന്ന സംഭവമാണ്. ഈ നഷ്ടപ്പെട്ടു പോകുന്നത് കണ്ടെത്തുന്നത് ഈ പെൺകുട്ടിയുടെ മാതാവോ പിതാവോ സഹോദരനോ അല്ല, നേരെ മറിച്ച് തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു പോറ്റിയാണ്. ആ പോറ്റിക്ക് ഈ വീടുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല, അയൽക്കാരെന്നതിനുപരിയായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ലാത്ത ഒരാളാണ്. അദ്ദേഹമാണ് ഈ പെൺകുട്ടിയുടെ ഈ കാൽച്ചിലങ്ക നഷ്ടപ്പെട്ടതായിട്ട് തിരിച്ചറിയുന്നത്.
അതിന് ഒരു അസ്വാഭാവികതയുണ്ട്. നമ്മളൊക്കെ പറഞ്ഞ ആ ഗോപിനാഥാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ജിബിൻ ഗോപിനാഥ് അവതരിപ്പിച്ച അസാധ്യ അഭിനയമാണ്. അതായത് പറയാതിരിക്കാൻ പറ്റുക. പോറ്റിയായിട്ട് അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രം അസാധ്യ അഭിനയ പ്രകടനം തന്നെ കാഴ്ചവെച്ചിരിക്കുന്നു. പക്ഷേ ആ കഥാപാത്രം ഈ ചിലങ്ക കണ്ടെത്തുന്നു എന്ന് പറയുന്നത് ആ സാഹചര്യം നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതല്ല. രണ്ടാമത് പറയുന്ന ഒരു പ്രധാന സംഭവം, ഈ മനു എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്. ഫിലിപ്പ് എന്ന് വിളിക്കുന്ന മനു എന്ന കഥാപാത്രം. അത് നമ്മുടെ ഷൈൻ ടോം ചാക്കോ അവതരിപ്പിക്കുന്നതാണ്. അദ്ദേഹം നേരിട്ട് വരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ മാത്രമേ നമ്മളെ കാണിച്ചിട്ടാണ് കഥ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ ഷൈൻ ടോമൻ ചാക്കോ സത്യത്തിൽ മരണപ്പെട്ടു. ദുർമരണമാണോ ആത്മഹത്യ ചെയ്താണോ എന്താണെന്ന് നമുക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ ശവം ഒരു മമ്മിയെ പോലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ അമ്മ ഒരു മുറിക്കകത്ത് അടച്ചു സൂക്ഷിച്ച് ഇങ്ങനെ അത് കാണുന്നത്, നമ്മൾ കാണുന്നതിൻ്റെ ഈ പറഞ്ഞ ദ്രവിച്ച് പഴയ രീതിയിലുള്ളൊരു ശവമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ അമ്മയ്ക്കറിയാം, അമ്മ പരത്തേറ്റ് നാട്ടുകാരുടെ അടുത്തെല്ലാം പറഞ്ഞിരിക്കുന്ന മോഹൻ ഗൾഫിൽ പോയി ഒരു ഏജൻറ്റ് വഴിയാണ് കൊണ്ടുപോയത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഏജൻറ്റിനെ തപ്പി ഈ രോഹൻ എന്ന് പറഞ്ഞ നമ്മുടെ നായക കഥാപാത്രം, പ്രണവ് മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം ഈ അമ്മയുടെ അടുത്ത് വരുമ്പോൾ ഏജൻറ്റിൻ്റെ നമ്പർ ഒന്ന് തരാമോ, മനുവിനെ കൊണ്ട് ഗൾഫിലേക്ക് കൊണ്ട് ഏജൻറ്റിൻ്റെ നമ്പറും തരാമോ എന്ന് ചോദിക്കുമ്പോൾ ഈ അമ്മ ഇത് എടുത്തു കൊടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഞാൻ എടുത്തു തരാമെന്ന് ഇത്തിരി നേരം നിൽക്കുകയെന്ന് പറഞ്ഞു. സത്യത്തിൽ അവർക്കറിയാം മോൻ ഗൾഫിൽ പോയിട്ടില്ല, അതുകൊണ്ട് തന്നെ ഒരു ഏജൻറ്റും അവിടെ ഇല്ല എന്നറിയാം. അതിലൊക്കെ കൂടെ ഈ മനു അല്ലെ സ്വന്തം മകൻ മരിച്ച് സ്വന്തം വീട്ടിൽ കിടക്കുകയാണ്. ആ ശവം ഈ അമ്മ നിധി പോലെ കാത്തു സൂക്ഷിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരമ്മ ഒരിക്കലും അങ്ങനൊരു സാഹചര്യം ഇനിയും അവരുടെ കയ്യിൽ അങ്ങനെ ഒരു അഡ്രസ് ഉണ്ടെങ്കിൽ പോലും ഈ വന്ന ആളുടെ അടുത്തത് പറയില്ല. കാര്യം ഉള്ളിൽ ഈ മകൻ ഇവിടെ മരിച്ചു കിടക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് സാഹചര്യങ്ങൾ കൂട്ടി വായിക്കുമ്പം ഈ രാഹുൽ സദാശിവൻ എഴുതിയ ആ ഒരു തിരക്കഥയ്ക്ക് ഒരു ഭംഗിക്കുറവ്, ഒരു അടുക്കും ചിട്ടയും ഇല്ലായ്മ, ഒരു ഘടനക്കുറവ് അത് ഫീൽ ചെയ്യുന്നുണ്ട്. അത് പ്രത്യേകിച്ച് സൂക്ഷ്മമായിട്ട് സിനിമ വീക്ഷിക്കുന്ന എല്ലാവരും അത് ശ്രദ്ധിക്കും, പ്രത്യേകിച്ച് എന്നെപ്പോലുള്ള ആൾക്കാർ. സംവിധാന പാഠവും തികച്ചും നമ്മളെ മുൻപ് ഭ്രമയുഗം കണ്ടത് അതോടൊപ്പം തന്നെ നിൽക്കുന്ന ഒരു, അല്ലെങ്കിൽ അതിനേക്കാൾ സംവിധാന പാഠവത്തിനകത്ത് കുറച്ചുകൂടി ഒരു കൈത്തിഴക്കം വന്നതായിട്ട് നമുക്ക് കൃത്യമായിട്ട് പ്രകടമായിട്ട് തന്നെ ബോധ്യപ്പെടുന്നുണ്ട്. അത് നന്നായിട്ടുണ്ട്. അത് കൂടുതൽ നമുക്ക് പ്രതീക്ഷ തരുന്നതാണ് രാഹുൽ സദാശിവൻ്റെ സംവിധാന പാഠവും. അപ്പോൾ അതിൽ അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ കൂടുതൽ സിനിമ, നല്ല സിനിമകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു ജ്യേഷ്ഠ സഹോദരൻ്റെ സ്ഥാനത്ത് നിന്നിട്ട് ഒരു കാര്യം കൂടെ ഒന്ന് പറയുകയാണ്. ഇപ്പം ഞാൻ ഈ സിനിമയുടെ ഓപ്പണിംഗ് സീന്, അതേപോലെ തന്നെ തൊട്ട് മുമ്പ് നമ്മുടെ വിനീത് ശ്രീനിവാസൻ്റെ കരം എന്ന സിനിമയുടെ ഓപ്പണിംഗ് സീൻ, ഈ രണ്ട് സിനിമകളിലൊക്കെ ഒരു ഇംഗ്ലീഷ് സിനിമയുടെ ചുവട് പിടിച്ച് സംവിധാനം ചെയ്യുന്നു എന്നതുകൊണ്ടായിരിക്കാം ഇംഗ്ലീഷ് സിനിമയിലെ എല്ലാ ചേഷ്ടകളും, പ്രത്യേകിച്ച് ലൈംഗിക ചേഷ്ടകളും അതേപടി നമ്മളെ മലയാള പ്രേക്ഷകരുടെ മുമ്പിലും എത്തിക്കുകയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു കുടുംബമായിട്ടൊക്കെ പോയി കാണുന്ന നമ്മളൊക്കെ ഈ പറഞ്ഞ ലൈംഗികത തീക്ഷ്ണതയൊക്കെ മനസ്സിൻ്റെ ഉള്ളിലുള്ളവരായിരിക്കാം, കാണാനും ഇതൊക്കെ ഒതുക്കത്ത് ചെയ്യുന്നവരായിരിക്കാം. പക്ഷേ എന്നാൽ പോലും ഒരു കുടുംബമായിട്ടൊക്കെ പോയിരുന്ന സിനിമ കാണുമ്പോൾ അത് നമ്മളെ മാനസികമായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ അങ്ങനെയുള്ള ആ സിനിമയ്ക്ക് അത് യാതൊരു രീതിയിലും ഒരു അത്യാവശ്യ ഘടകവുമല്ല. അത്യാവശ്യ ഘടകമാണെങ്കിൽ അത് മനസ്സിലാക്കാം. അപ്പം അല്ലെങ്കിൽ തന്നെ ലൈംഗികത കാണിക്കണമെങ്കിൽ അത് ഇച്ചിരി സഭ്യമായ രീതിയിൽ, നമുക്കൊരു സംസ്കാരം ഉണ്ടല്ലോ, അപ്പോൾ ആ സംസ്കാരത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അതിനെ മുറുകെ പിടിക്കുന്ന രീതിയിൽ സഭ്യമായ രീതിയിൽ ലൈംഗിക ചേഷ്ടകളും ലൈംഗിക രംഗങ്ങളും കാണിക്കാൻ മുതിരാവൂ എന്നൊരു ചെറിയ ഉപദേശങ്ങൾ തരികയാണ്. കാര്യം എനിക്കത് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു പിതാവ് എന്നുള്ള നിലയിൽ, അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അപ്പോൾ സംവിധാന പാഠവും മികച്ചത് തന്നെയാണ്, മികവുറ്റത് തന്നെയാണ്. അതിന് എല്ലാ രീതിയിലുള്ള അഭിനന്ദനങ്ങളും രാഹുൽ സദാശിവൻ അർഹിക്കുന്നുണ്ട്. ഇതിൻ്റെ എഡിറ്റിങ് ഈ പറഞ്ഞ പോലെ ഞാൻ അത് ചടുലമായ സീനുകളോ ഷോട്ടുകളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എടുത്തു പറയത്തക്ക ഒരു പ്രകടനമൊന്നും എഡിറ്ററുടെ ഭാഗത്തുനിന്ന് കണ്ടില്ല. അല്ലെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ പോരായ്മയല്ലെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ കാര്യം, ഭ്രമയുഗത്തിൻ്റെ അതേ എഡിറ്ററാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആ പണി അറിയാവുന്ന ആളാണ്, ഷെഫീഖ് മുഹമ്മദ് അലിയാണ്. പക്ഷേ അദ്ദേഹത്തിന് ആവശ്യമായ രീതിയിലുള്ള ഷോട്ടുകൾ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് എത്താതിരുന്നത് കൊണ്ടാണ് അദ്ദേഹം ഈ പറയുന്ന രീതിയിലുള്ള മാസ്മരികതയൊന്നും കാണിക്കാൻ കഴിയാതെ പോയത് എന്ന് ഞാൻ തിരിച്ചറിയുന്നുമുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് സിനിമയെക്കുറിച്ച് മൊത്തത്തിൽ. ഇനിയും കഥാപാത്രങ്ങളിലേക്ക് വന്നാൽ എടുത്തു പറയേണ്ട ഒരു കഥാപാത്രം അരുൺ അജികുമാർ അവതരിപ്പിച്ച കിരൺ എന്ന് പറഞ്ഞ കഥാപാത്രമാണ്. ഈ കിരൺ എന്ന് പറഞ്ഞ കഥാപാത്രം ദുർമരണപ്പെട്ടു പോയ കനി എന്ന് പറഞ്ഞ യുവതിയുടെ സഹോദരനാണ്. അപ്രതീക്ഷിതമായി സ്വന്തം സഹോദരി കനി എന്ന് പറഞ്ഞ സഹോദരി ദുർമരണപ്പെട്ടു പോകുമ്പോൾ
ആ സഹോദരനുണ്ടാകുന്ന ചില വേദനയും ദുഃഖവും സങ്കടവും ഒക്കെയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ഇത് മലയാള സിനിമയിൽ ഇന്ന് വരെ ഒരു കഥാപാത്രവും അങ്ങനെ ഒരു അത്ര തന്മയത്തോടു കൂടി അത്ര ഒരു തീവ്രമായ ദുഃഖം ഉള്ളിൽ മനസ്സിൽ വെച്ചിട്ട് ഞാൻ കാമാണ്, ഞാൻ ഓക്കെയാണ് എന്ന് പറയാൻ വെമ്പുന്ന അല്ലെ പറഞ്ഞ് പരാജയപ്പെടുന്ന ഒരു കഥാപാത്രം, അത്യുജ്വലം, അതിഗംഭീരം, പറയാതിരിക്കാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ എടുത്തു പറഞ്ഞ മറ്റ് 2 കഥാപാത്രങ്ങളുണ്ട്. ഒന്ന് ജിബിൻ ഗോപിനാഥാണ്. ജിബിൻ ഗോപിനാഥ് പോറ്റി എന്ന കഥാപാത്രത്തെ, അദ്ദേഹത്തെ നമുക്ക് നേരത്തെ അറിയാം. ഒത്തിരി സിനിമകളിൽ അദ്ദേഹം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആൾക്കൂട്ടത്തിലൊക്കെ നിൽക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നൊരു 10-25 വർഷമായിട്ട് അദ്ദേഹം സിനിമയുടെ പിന്നാമ്പുറത്തുണ്ട്. പക്ഷേ ഈ ഒരു സിനിമ അദ്ദേഹത്തിൻ്റെ കരിയറിനെ മാറ്റിമറിക്കുന്ന പോകുന്നൊരു സിനിമയാണ്. അത്ര അത്യുജ്വലമായ ഒരു കഥാപാത്രത്തെയാണ് ജിബിൻ ഗോപിനാഥ് അവതരിപ്പിച്ചിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കഥാപാത്രമാണ് ജയാ കുറുപ്പ്. ഈ വീട്ടിലെ വേലക്കാരിയായിട്ട് അവതരിപ്പിക്കുന്ന ജയാ കുറുപ്പാണ്. അത്യുജ്വലവും അതിഗംഭീരവും നമ്മളെ വിസ്മയിപ്പിക്കുന്നതുമായ ഒരു അഭിനയ പാഠവുമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ അതെന്ന് പറയുമ്പം ഈ രോഹൻ എന്ന പറഞ്ഞ യുവകഥാപാത്രത്തെ അവതരിപ്പിച്ച പ്രണവ് മോഹൻലാൽ മോശമായി എന്നല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ പ്രണവ് അതിഗംഭീര അഭിനയ പാഠവം തന്നെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ തികവിനെയും പാഠവത്തെക്കാൾ ഈ മുൻപ് പറഞ്ഞ 3 പേരും 3 കഥാപാത്രങ്ങളും ഒരു പടിയല്ലെങ്കിൽ മുന്നോട്ട് നിൽക്കുന്നു എന്നതുകൊണ്ട് അത് നമ്മൾ മറക്കുക ശരിയല്ലല്ലോ. അതുകൊണ്ട് അതങ്ങനെ പറഞ്ഞേ ഉള്ളൂ. പ്രണവ് മോഹൻലാലും അത്യുജ്വല അഭിനയം തന്നെ നടത്തിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട കഥാപാത്രമാണ് അദ്ദേഹം അവതരിപ്പിച്ച രോഹൻ ശങ്കർ എന്ന് പറഞ്ഞ കഥാപാത്രം. അപ്പോൾ ഇത്തരണത്തിൽ ഞാൻ ഈ സിനിമയെ ഡീസെ ഈറെ എന്ന് പറയുന്ന അപരിചിത നാമത്തോടു കൂടി ഇറങ്ങിയ, ഉച്ചരിക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ടാകുന്ന നാമത്തോടു കൂടി ഇറങ്ങിയ ആ സിനിമ രാഹുൽ സദാശിവന് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ സാങ്കേതിക പ്രവർത്തകരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്ന നല്ല അത്യുജ്വലമായ സിനിമയാണ്. എല്ലാവരും അതിന് വേണ്ടുന്ന എല്ലാ പ്രോത്സാഹനങ്ങളും കൊടുക്കണം. നല്ലൊരു സിനിമ പ്രദാനം ചെയ്ത കാഴ്ചവെച്ച രാഹുൽ സദാശിവനെ ഒന്നുകൂടി അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തിന് കൂടുതൽ നല്ല നല്ല സിനിമകൾ, ഞാൻ മുമ്പൊരു വാക്ക് പറഞ്ഞിരുന്നു, അദ്ദേഹത്തിൻ്റെ തന്നെ ഭൂതകാലത്തിനേക്കാൾ 2 പടിയും മുകളിലേക്കും തൊട്ടു മുമ്പ് ഇറങ്ങിയ ഭ്രമയുഗത്തുകൾ 10 പടി താഴെയുമാണെന്ന് പറഞ്ഞിരിക്കുന്ന, താഴെയും നിൽക്കുന്ന സിനിമയെന്ന് പറഞ്ഞാൽ അങ്ങനെ വരാതെ ഇതോടെ ഏറ്റവും നമ്മൾ ചെയ്യുന്ന ഓരോ സിനിമകളും മുകളിലേക്ക് വരാനുള്ള ഒരു ശ്രമം ഉണ്ടാകണം. രാഹുൽ സദാശിവന് കഴിയും, എഴുതാൻ കഴിവുള്ള ആളാണ്, അതിനേക്കാൾ നല്ല രീതിയിൽ സംവിധാന പാഠമുള്ള ആളാണ്. അപ്പം കൂടുതലും നല്ല സിനിമകൾ പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.